1985 ഫസ്റ്റ് പ്രോജക്ട് തുടങ്ങിയപ്പോ എഞ്ചിനീയേഴ്സ് ആണ് ഡിലേ വരുത്തിയത്. One thing I want to make clear in the beginning. I want this project commissioned latest by January. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. ഇപ്പോ now. ഏത് മാഷാണെങ്കിൽ എനിക്ക് എന്താടോ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. കോൺഫറൻസ് നടക്കാൻ പറഞ്ഞില്ലേ? ടീച്ചർ ഇത് എന്തൊരു കുരിശായത്. ഇങ്ങോട്ട് വരാൻ. അയ്യോ നന്ദഗോപാല, അയ്യോ ഒരു കാര്യം പറഞ്ഞാൽ അത് അപ്പൊ തന്നെ എനിക്ക് ഇങ്ങോട്ട് പറയണം. തിരക്കാണ് വരണ്ടെന്ന് പറഞ്ഞാൽ പറ്റില്ല, കല്യാണക്കാരിയാണേ. അതെ, ഈ ആടെ അച്ഛനാ എനിക്ക് മാസ്റ്ററുടെ ജോലി മേടിച്ചു തന്നത്. ആ ഒരു കടപ്പാട് എനിക്കുണ്ട്, അല്ലാതെ ദല്ലാൽ കമ്മീഷൻ മോഹിച്ചിട്ടൊന്നുമല്ല. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പൊ പറയാൻ പറ്റില്ല, പിന്നെ പറയാം. പിന്നെ പറയാം. ഇത് എത്രാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞത്? ഇതെന്താ എന്റെ കല്യാണക്കാരിയാണോ? നന്ദന്റെ പെങ്ങടെ കല്യാണക്കാരിയല്ലേ? ഇതെന്തൊരു കഷ്ടം. അയ്യോ ആലോചനകൾ പലതും വന്നു അവൾക്ക്. എല്ലാവർക്കും സ്വത്തും പണം എത്ര ഉണ്ടെന്നാ നോട്ടം. ഈ വീട് ആർക്കുള്ളതാണ്, എത്ര പവന്റെ പണ്ടുണ്ടാവും, അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് എന്റെ പെങ്ങളെ പറഞ്ഞയക്കാനെങ്കിൽ തൽക്കാലം ഉദ്ദേശമില്ല. അതെനിക്ക് നല്ല നിശ്ചയമുണ്ട്. പക്ഷേ ഇത് അങ്ങനെയുള്ള ആളല്ല നന്ദഗോപാല. പന്നിയുടെ രാഘവ മാഷ് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാ. പരമസാത്വികൻ. താണിശ്ശേരി സ്കൂളിൽ ഹെഡ്മാഷായിരുന്നു. ഇക്കൊല്ലം റിട്ടയർ ചെയ്തു. റിട്ടയർ ചെയ്ത കിഴവന്മാരെ കൊണ്ടാണോ കല്യാണം ആലോചിക്കണേ? എന്താ പൂച്ച? ഞാൻ എന്താ തന്നെ പോലെ വിട്ടിയാണോ ദമയന്തി ശേഖര? അതെ, മാഷയുടെ മകൻ MA കാരന്. തൽക്കാലം ഒരു ചെറിയ പാരലൽ കോളേജിലാണ് ജോലി. വേറൊരു പ്രൈവറ്റ് കോളേജിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, 4 മാസത്തിനുള്ളിൽ കിട്ടും. ജോലിയല്ല പ്രധാനം, പയ്യന്റെ സ്വഭാവം, വിദ്യാഭ്യാസം. മറ്റൊരു അട്രാക്ഷൻ കൂടിയുണ്ട്. പയ്യനൊരു ചേച്ചിയുണ്ട്, സുന്ദരി, നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടി. നന്ദന് തിരിച്ചു ആലോചിക്കാം. എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നിന്നോട്ടെ, എന്നാലും പയ്യനൊന്ന് കാണാലോ. അതിപ്പോ വെറുതെ ഒരാളെ ചെന്ന് കാണുന്ന വെച്ചാ വെറുതെ കണ്ടാ മതി, കല്യാണം വെച്ചിട്ട് കാണണ്ട. ഈ മാറ്റക്കല്യാണം എന്നൊക്കെ വെച്ചാ കുഴപ്പം പിടിച്ച ഏർപ്പാടല്ലേ എന്റെ പൂച്ചേ? പിന്നെയും വിളിച്ചു അത് തന്നെ. കുഴപ്പങ്ങളൊക്കെ സാധാരണക്കാരുടെ ഇടയിലെ. രാഘവും മാഷയും കുട്ടിയോടും എനിക്ക് നന്നായിട്ടറിയാം. ഇവിടെ നന്ദഗോപാലിനെയും പെങ്ങളെയും എനിക്ക് നന്നായിട്ടറിയാം. 2 കുടുംബങ്ങളും ഒന്നാവുകയാണ്. ശുഭം സുന്ദരം. എന്നാ ഇറങ്ങട്ടെ. നന്ദഗോപാലിന് എന്നാ സൗകര്യം എന്ന് വെച്ചാൽ എന്നെ അറിയിച്ചാ മതി. ശുഭസ്യ ശീഘ്രം എന്നാണല്ലോ, അല്ലേ? അതെ പൂച്ചേ. അയ്യോ കരിമ്പൂച്ചയെ കൊന്നു തിന്നാലേ ശക്തി ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടത്രേ മാഷ് ഒരു ദിവസം പൂച്ചയെ കറിവെച്ച് തിന്നാൻ നോക്കിയത്. അന്ന് മുതലാ സ്വാമി മാഷക്ക് പൂച്ച മാഷ് എന്ന് പേര് വീണത്. പൂച്ച മാഷയെ തിന്നാ ശക്തി ഉണ്ടാവും അമ്മേച്ചിയെ. മാഷ് 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 എന്താ? വല്യമ്മ തരാൻ പറഞ്ഞതാ. എന്താണ്? ഇടിച്ചക്ക. ഇടിച്ചക്ക് എന്താണ് ഒരു ഇളക്കം? നിന്റെ കളിയൊക്കെ നിർത്തും. 10 പിള്ളേരെ വരച്ചവരെ നിർത്തണ മാഷാ നിന്നെ കെട്ടാൻ പോണേ. നിന്നെയൊക്കെ വരച്ചവരെയും നിർത്തിയില്ലെങ്കിലും അടക്കിയിരുത്താൻ എനിക്കറിയാം. എഴുത്. വേദനയുടെയും വിശപ്പിന്റെയും കണ്ണീരിന്റെയും കഥകൾ നർമ്മത്തിന്റെ ആവരണമിട്ട് എഴുതിയ ആളാണ് ബഷീർ. അദ്ദേഹത്തിന്റെ പാത്തുമ്മയുടെ ആട് പോണു. അത് ആടല്ലേ സാറേ, പ്രിൻസിപ്പാ. സാറേ, പ്രിൻസിപ്പൽ സാറേ, അതെന്താ വെച്ചാല് ഞാൻ ഹലോ സാറേ, ഇവിടെ കളം ചവിട്ടി കളിക്കാണോ? ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇന്നലെ സാർ എന്ത് പണിയാ കാണിച്ചേ? 2 മണിക്കൂറാണ് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തത്. വേണമെന്തിന് എന്നെ കാത്തുന്നത്? എന്റെ സാറെ, ഹോട്ടലിലെ പറ്റി തീർക്കണം, പിന്നെ ഈ ലൈബ്രറിയിലെ മെമ്പർഷിപ്പ് ഫീ പുതുക്കണം. ശമ്പളം ഇന്നലെ തരാതെ വാക്ക് പറഞ്ഞില്ലേ മാഷ്? അതെ, ഇല്ലിക്കുന്ന് വരെ ഒന്ന് പോയി വേണം. ഇല്ലിക്കുന്നത്തും ആലമ്പാടത്തും നമ്മുടെ പാർട്ടി ഒന്നുകൂടി സ്ട്രോങ് ആവണം. നമ്മുടെ പാർട്ടിയോ? മാഷെ, ഒന്നുകിൽ പാർട്ടി അല്ലെങ്കിൽ പാരലൽ കോളേജ്. ഈ കാശ് വെക്കുമ്പോഴുള്ള തപ്പിത്തടയുണ്ടല്ലോ, അത് ഞാൻ തരാവുന്നേ. കാശെടുക്ക്. അയ്യോ, എന്താ ഇരിക്കൽ പടക്കോ? ബീഡി ബാക്കി ഒളിപ്പിച്ചു വേണം. എന്റെ മാഷെ, ഇത് വെറും പഞ്ഞത്തരാണ്. ക്ലാസ്സിലേക്കല്ലേ മാഷെ, ഇത് വഞ്ചനയാണ്, ചൂഷണമാണ്. വർഗസമരം നടത്തുന്ന പാർട്ടിയുടെ പ്രതീകമാണത്രേ. ഒരു കാര്യം നമ്മളൊക്കെ കാശ് തന്നില്ലെങ്കിണ്ടല്ലോ, ഈ താടി മുഴുവൻ അടിച്ച് കഷണ്ടി തലയിൽ വെക്കും. ഹലോ ഹലോ, പോയേ പറഞ്ഞ സമയത്ത് ഇറങ്ങണം. എനിക്ക് വയ്യ വാച്ച്മാന്റെ വൃത്തിയുടെ മോങ്ങാണ്. കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ ലാബിലെ പണിയെന്നാ വിചാരിച്ചത്? ബാക്ടീരിയകൾ നമ്മൾ പറയുന്ന കേക്കില്ലല്ലോ. ബാക്ടീരിയക്കാളും കഷ്ടം അവിടുത്തെ പിള്ളേര്, അതിനേക്കാളും കഷ്ടം അവിടുത്തെ പ്രിൻസിപ്പാള്. ശമ്പളം ചോദിച്ചു കഴിഞ്ഞാൽ ഒഴിഞ്ഞു മാറാൻ തുടങ്ങും. രാഷ്ട്രീയം പറഞ്ഞു
പണം വല്ലതും ആവശ്യമുണ്ടോ വേണോട്ടാ? കുറെ ഉണ്ടോ കയ്യില്? കൊറേയൊന്നുമില്ല. തൽക്കാലത്തേക്ക് വേണോട്ടിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കില് സൂക്ഷിച്ചു വെച്ചോ, ആവശ്യം ഉണ്ടാവും ഭാവിയില്. കോളേജിൽ എങ്ങനെയെങ്കിലും കയറി കിട്ടണം. എന്നിട്ട് ഞാനും ഗൗരവടുത്തി അച്ഛനെ കൂടി നിന്റെ വീട്ടിലേക്ക് ഒരു ദിവസം വരും. അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ലോ, പിന്നെന്താ? അതല്ല, ഇതൊരു സ്പെഷ്യൽ ലൊക്കേഷൻ. വലിയ ആർഭാടമൊന്നും വേണ്ട നമുക്ക്. ഒതുക്കത്തിലൊരു കല്യാണം. എന്താ? ഒക്കെ ഈശ്വര നിശ്ചയം പോലെ നടക്കട്ടെ വേണോട്ടാ. അതെ, ഇക്കാര്യത്തിൽ എന്റെ ഈശ്വരൻ ഞാനാ. അതിനിടയിൽ ഗൗരിയടത്തേക്ക് കൂടി ഒരാൾ ഒത്തു വന്നാ വരും. വേണോ? ആ ഇന്നത്തെ അംഗം തീർന്ന വേണോ പോലെ? സാർ. വീട്ടിലേക്കല്ലേ? അതെ. കാറി കയറൂ, കൊണ്ടുവിടാം. വേണ്ട, ആ. ഞാൻ നടന്നോളാം. ആ. കാറൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ പോണ വഴി കുറച്ച് പരിചയക്കാരെ കാണാനുണ്ട്. കയറൂന്ന് ഒരാളെ പരിചയപ്പെടാം. അയ്യോ വേണ്ട, ഇപ്പൊ തന്നെ പരിചയക്കാര് കുറച്ച് അധികം എനിക്ക്. പോട്ടെ സാർ. അല്ല നിൽക്കൂ, ഒരു നിമിഷം. ഹലോ, നമസ്കാരം സാർ. നമസ്കാരം. മലയാളമാണോ പഠിപ്പിക്കുന്നത്? അതെ. മലയാളത്തിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ അതോ? എഞ്ചിനീയർ ഡോക്ടർ ആവാനുള്ള ആഗ്രഹം മുമ്പില്ലായിരുന്നു. ഹിസ്റ്ററി എടുക്കാൻ അച്ഛൻ പറഞ്ഞു. പക്ഷെ ഇന്ത്യക്ക് എവിടെ സാർ ചരിത്രം? ചരിത്ര വ്യാഖ്യാനങ്ങളല്ലേ നമുക്കുള്ളൂ. അപ്പോ നമ്മൾ ഈ എഴുതി വെച്ചിരിക്കുന്നൊക്കെയോ? എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല. ഇങ്ങനെ ആള് പറഞ്ഞു കേൾക്കണം അതേറ്റാ. ഞങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ ഡിസ്കസ് ചെയ്യാറുള്ളതൊക്കെ മലയാളം ആകുമ്പോൾ വൃത്തവും വ്യാകരണവും കഴിഞ്ഞാൽ ഫിക്ഷനിലേക്ക് കിടക്കാം. അത് മനോരാജ്യമാണ്. മനോരാജ്യത്തിൽ എന്തിനാ സാർ അർത്ഥരാജ്യം? ഈ പാരലൽ കോളേജിലൊക്കെ ശമ്പളമൊക്കെ ശരിക്കും കിട്ടുമോ? ഇല്ല, കുറെ ഒച്ച വെച്ചാ കുറച്ച് കിട്ടും. പിന്നെ തൽക്കാലം ജീവിക്കാൻ അത് മതിയല്ലോ. തൽക്കാലം സിഗരറ്റിന് മറ്റുള്ള കാശ് ഇവിടെ കിട്ടും അല്ലേ? പുകവലി തുടങ്ങിയിട്ടില്ല ഞാൻ. തുടങ്ങുവോ? എന്ന് വെച്ചാ ഒരു കാര്യത്തിലും ഞാനൊരു ഫണ്ടമെന്റലിസ്റ്റ് അല്ല. പോട്ടെ പോട്ടെ സാറേ. സാർ ആരാന്ന് മനസ്സിലായോ? പിന്നെ നന്ദോപാല സാറ്. സാറിന്റെ ആർട്ടിക്കിൾസ് ഒക്കെ ഞാൻ റെഗുലർ ആയിട്ട് വായിക്കാറുണ്ട്. ബൈ. ഐ എം ഇംപ്രസ്ഡ്. ഇത് നമുക്ക് ആലോചിക്കാം. ഞാൻ പറഞ്ഞില്ലേ, എന്നാ പിന്നെ വേണുവിന്റെ ഇടത്ത് ഗൗരിയെ കൊടുത്ത് കണ്ടൂടെ? വെറുതെ ഇതുപോലെ. ആ അമ്പലമുക്ക് അതറിഞ്ഞോ? അയ്യോ, ഒരാളോട് ഇറങ്ങാനുണ്ട്. ഗൗരി എടുത്തി ഇറങ്ങട്ടെ ഇറങ്ങട്ടെ. നല്ല ആളാ. ഇപ്പോഴേ തുടങ്ങിയോ മനോരാജ്യം? എനിക്ക് വിശ്വാസമാവില്ലേ രാധേ. പൂമടത്തിലെ നന്ദഗോപാൽ സ്വാമി മാഷ് ചിലപ്പോ കളിപ്പിക്കാൻ പറഞ്ഞതാവോ? ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് മാഷ് കളിപ്പിക്കൊന്നുമില്ല. ഇത്രയ്ക്ക് പേരും പ്രശസ്തിയുള്ള ഒരു IAS കാരൻ ഒരു പാവം മാഷിന്റെ മോളെ കല്യാണം കഴിക്കാന്ന് വെച്ചാ ആർക്കാ അറിയാത്ത പി എന്ന് പേര്? ഭാഗ്യം അങ്ങേർക്കാന്ന എന്റെ തോന്നല്. ഗൗരിയെടുത്ത് കിട്ടിയാ ഇനി വച്ചടി വെച്ചിട്ട് കേറ്റാവൂ. അത്രയ്ക്ക് അഹങ്കരിക്കാനൊന്നും ഞാനില്ല. ഇതിലെന്ത് അഹങ്കാരാ? ഭാഗ്യമുണ്ടെങ്കില് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് അദ്ദേഹത്തെ ശുശ്രൂഷിക്കാന്നുള്ള മോഹേ ഉള്ളൂ. പക്ഷെ ഒടുക്കം അത് വെറുതെ മോഹിക്കലാവോ? നോയിക്കോളൂ, ഗൗരിയെടുത്ത് കണ്ട നിമിഷം തന്നെ കൊത്തിക്കൊണ്ടുപോകും മിസ്റ്റർ നന്ദഗോപാൽ. പി എന്ന വലിയ ആള്. അതിനെ കണ്ടിട്ട് വേണ്ടേ? അതാ പറഞ്ഞത്, ചെറിയവര് പറയുമ്പോ ചെവിട്ടില് കേൾക്കണോന്ന്. ഞാൻ എത്ര തവണ പറഞ്ഞതാ മഞ്ഞസാരി ഉടുക്കാനായിട്ട്. ഏടത്തേക്ക് ആളെ കണ്ടാലറിയോ? പിന്നെ ദേ നന്ദ, ആ കുട്ടി അവിടെ കാത്തു നിന്നിട്ട് പോവും. പറഞ്ഞേക്കാം. വരുന്നു. വരണു 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 വരണു. മൂത്തവര് പറഞ്ഞ ആദ്യം എതിർക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ഷാഠ്യം. നളൻ എന്ന് പറഞ്ഞ അപ്പ പുഷ്കരൻ എന്ന് പറയും. ആ കുട്ടി ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാ ചെക്ക് ഷർട്ട് ഇടാൻ സാവമാഷ് പറഞ്ഞത്. വേണ്ട കുട്ടി മാമേ, ആരും അറിയാണ്ട് ഞാൻ ആ കുട്ടി ഒന്ന് കണ്ടോട്ടെ. അമ്മുവിന്റെ കാര്യം ഉറപ്പായി കഴിഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. അമ്മുവിന്റെ കാര്യം നോക്കണം എന്ന് പറഞ്ഞ് ശരി തന്നെ. പക്ഷെ സ്വന്തം കാര്യം വേണ്ടാന്ന് വെച്ചിട്ട് വേണ്ടല്ലോ അത്. അമ്മുവിന്റെ കാര്യമില്ലാണ്ട് എനിക്ക് വേറെ എന്ത് സ്വന്തം കാര്യമുള്ളത്? വാ കയറി പോവാ. വന്നിട്ടില്ലായിരിക്കോ? ആ പൂച്ചയും കാണാനല്ലോ. ഏതായാലും കുറച്ചേരം നോക്കിട്ട് നമുക്ക് അങ്ങോട്ട് പോവാ. നിൽക്കണം മഞ്ഞസാരി. മാഷയുടെ മോളാണല്ലേ? അതെ. ഞാൻ ശേഖരൻ നായര്. ഹംസം. ആ നിൽക്കനാണ് നന്ദഗോപാലൻ. കഴിയുന്നത്ര ഞാൻ പറഞ്ഞു നോക്കി ചെക്ക് ഷർട്ട് ഇടാൻ. അപ്പൊ ആള് വെള്ളം ചുപ്പിട്ടോട്ട് വരുന്നു. എന്താ ചെയ്യാ? പറഞ്ഞാ കേൾക്കണ സ്വഭാവം പണ്ടേ ഇല്ല. സാമാഷ് പറഞ്ഞിണ്ടാവൂലേ? ഏത് സ്വാമി മാഷ്? അമ്മേ, ആനയെ കാണണെന്ന് പറഞ്ഞു. ഇനിയിപ്പോ ആനയെ കാണണ്ട, അമ്മയെ കണ്ടാ മതി. ഇവിടെ എന്താ പ്രശ്നം? തലയ്ക്ക് സുഖമില്ലാത്ത ആളാൻ തോന്നുന്നു. നീ വാ. അപ്പൊ സ്വാമി മാഷ് പറഞ്ഞ ആളല്ലേ? ഓരോരുത്തർക്കും ഓരോ അബദ്ധം പറ്റണതേ. എന്തായി? സൈരന്ധ്രി എന്ന് വെച്ച് ചെന്നപ്പോ ബ്രഹന്തള കൂടെ ഒരു ആനക്കാരനും വഷളായി. ആ പൂച്ച വരട്ടെ, എന്നിട്ടാവും ബാക്കി പകർന്നാട്ടം. ഭഗവാനേ,
സൂത്രം നമുക്ക് മാത്രമല്ലല്ലോ വശമുള്ളൂ. എന്നെ പറ്റിക്കാൻ അയാൾ ഇവിടെ വേഷം മാറി വന്നുകൂടാന്നില്ലല്ലോ. അല്ലേ കുട്ടുമാൻ? വെള്ളം എളി വെള്ളം. എവിടെ പോയി? പോവാണോ? ബസ് വരാറായി. അത് പോയാ പിന്നെ 1 മണിക്കൂർ നിൽക്കണം. ഞങ്ങൾ പോണം. ഞാൻ വരാൻ ഇത്തിരി വൈകി പോയി. നന്ദോപാലിനെ കണ്ടുവോ? താനെന്തൊരു പൂച്ചയുടെ പൂച്ച. പറയണ വാക്കിന് വ്യവസ്ഥ വേണം. 2 മൈലിലെ വളം അങ്ങോട്ട് തിരിഞ്ഞുട്ടേ ഒട്ടി ടയറേ. ഇപ്പതേ നേരെ ഇത്രയായി. മാഷ മകൾ ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. കണ്ടില്ലേ? കണ്ട് ഇളിഭരായി. 5 വയസ്സുള്ള ഒരു കുട്ടി. എവിടെ? ഒക്കത്ത്. അയ്യോ, 5 വയസ്സുള്ള കുട്ടി ഒക്കത്തോ? അപ്പൊ കുട്ടിയെ കണ്ടില്ലേ? ആനയെ കാണാൻ പോയിട്ട് അമ്മയെ കാണാൻ വന്ന കുട്ടി. അപ്പൊ പെൺകുട്ടിയെ കണ്ടില്ലേ? അത് തന്നെ. ഇല്ല. അതെ അതെ, ആ ബസ്സിൽ കയറുന്ന കുട്ടിയാണ്. കുട്ടിയമ്മേ, പെണ്ണിനെ കണ്ടോ? ഓ പിന്നെ കണ്ടു. ആന കുട്ടി അല്ല അതെ, ആനയെ കാണാൻ പോയ കുട്ടിയുടെ അമ്മയെ കണ്ട് തന്ത തെറ്റിദ്ധരിച്ചു ഇല്ലാന്ന് പറയാൻ പോയത്. നന്ദ, നന്ദ, കണ്ടിട്ട് ഇഷ്ടായോ? ഇഷ്ടായോന്ന്? നന്ദ, നിക്കേ, നിക്കാൻ. ഓ, കേക്കുന്നില്ലേ? നീ കുറച്ചു അപ്പുറത്ത് വരികെ, എനിക്ക് ഇത്ര എഴുതാനുണ്ട്. ഹായ്, അപ്പോഴേക്ക് തുടങ്ങിയ കത്തെഴുതല്? കത്തൊന്നുമല്ല, ഒരു ആർട്ടിക്കിളാ. ആർട്ടിക്കിലൊക്കെ പിന്നെ ആദ്യം ഇത് പറ. വെളുത്തിട്ടാണോ? വെളുത്തിട്ടാണോന്ന്? മെലിഞ്ഞിട്ടാണോ? ഉയരമുണ്ടോ? ഇങ്ങനെ നത്തിന് പോലെ മൂളാതെ വാതൊന്നും പറയുന്നെന്താ? നീണ്ട മൂക്കാണോ? വയറിന് എത്രയുണ്ട്? തുമ്പിക്കേ പോലെ. നന്ദാ, തമാശ കളി വേണ്ട. പറ, നീണ്ട മൂക്കാണോ? കുറച്ച് നീണ്ടിട്ടാ. നിറയെ മുടിയുണ്ടോ? പിന്നെ തുടങ്ങി മൂളാൻ. ഉണ്ടോ ഇല്ലയോ? പിന്നെ മുടിയില്ലാണ്ടിരിക്കോ? ശരി 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 ശരി. നുണക്കുഴിയുണ്ടോ? അങ്ങനെ സൂക്ഷിച്ചൊന്നും നോക്കിയില്ല. അതൊന്ന് സൂക്ഷിച്ചു നോക്കാഞ്ഞേ. ദേ, ഇങ്ങനെ തന്നെയല്ലേ ഗൗരി? ഗൗരി സുന്ദരി കേട്ടോ. ആ, നന്ദൻ വേറെ വരച്ചു. എന്നിട്ട് വലിയ പത്രക്കാർക്ക് അയച്ചു കൊടുക്ക്. PG വുഡൌസിന്റെ ചില കഥാപാത്രങ്ങളാ വേഷം മാറിപ്പോട്ടി ചമ്മന്നവര്. ചമ്മിയത് ഞാനല്ല. അത് മനസ്സിലായി. എന്റെ വുഡ് ബി ബ്രദറിലോ കക്ഷി ഞാൻ കണ്ടല്ലേ. അസല് ബുദ്ധിജീവിയാ. പക്ഷേ ബുദ്ധിജീവികൾ പെട്ടെന്ന് ചമ്മും. അത്രയ്ക്കൊന്നും കളിയാക്കണ്ട. ഓ, നൊന്തോ? ഇപ്പൊ തന്നെ ഇങ്ങനെയാണെങ്കിൽ പിന്നെ കല്യാണം നീ കഴിഞ്ഞായിരിക്കും. പോടാ. ദേ, നിനക്ക് ഇഷ്ടമുള്ള ഇലയുടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗൗരി എടുത്തിട്ട് കൈകൊണ്ട് എന്തുണ്ടാക്കിയാലും നല്ല സ്വാദാ. സോപ്പ് ഒന്നും ഇടണ്ട മോനെ, കഴിക്കും. ഗൗരി എടുത്തേ. അതിങ്ങനെ എടുത്തിട്ട് ഇല പൊളിച്ചിട്ട് ഇങ്ങനെ വച്ചു തരുമോ? ചെറിയ കുട്ടിയെന്ന് ഇപ്പോഴും വിചാരം. പെണ്ണ് കിട്ടിക്കൊണ്ട് വരാറായി. വേണം. ആ IAS വന്ന് ഗൗരി അടുത്ത് കൊണ്ടുപോയിട്ട് വേണം എഞ്ചിങ്ങൾ കൊണ്ടുവരാൻ. ഓ, സഭ തുടങ്ങി. ഇന്നെന്താണോ വിഷയം? വിദ്യാർത്ഥി രാഷ്ട്രീയം. കേറി വരുമ്പോ ചില കമന്റ്സ് ഒക്കെ കേട്ടു. ഓ, ദേ, നീ ഇലയുടെ അവിടെ കൊണ്ടേ കൊടുക്ക്. അല്ല, ഇലയുടെ എല്ലാവർക്കും തികയോ? രാത്രിയിലത്തേക്ക് പറഞ്ഞാൽ എനിക്ക് വേണം കേട്ടോ. കൊണ്ടേ കൊടുക്കടാ. ഓ, 4 ശ്ലോകം കേൾക്കാലെന്ന് വെച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. പൊളിറ്റിക്സ് ആണെങ്കിൽ ഞാൻ പോവാ. കുട്ടികൾ പഠിക്കണ്ടോ നോക്ക്. ഈ ത്രിസന്ധിക്കോ? ഇപ്പോഴങ്ങോട്ട് ചെന്ന് അവര് ടിവിയുടെ മുമ്പിലുണ്ടാവും. അതും പഠിപ്പിന്റെ ഭാഗം തന്നെയാണെന്ന് അവര് പറയണേ. അടാ, എല്ലാവർക്കും ഓരോന്നേ ഉള്ളൂ. ഓ, സ്കൂൾ രാഷ്ട്രീയത്തെ പറ്റി വേണുവിന്റെ അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായം അടയില് കുറച്ചുകൂടി നാളികേരാവായിരുന്നു. എടോ, ഞാൻ ആരാണ് കാര്യമല്ല ചോദിച്ചേ. പിന്നെ സ്കൂൾ രാഷ്ട്രീയത്തെ പറ്റിയാ ചോദിച്ചേ. അത് എന്നെ ഞാൻ പറയണേ. കഴിഞ്ഞ ഒരാഴ്ച തെങ്ങ് കയറാൻ ഒരാളെ നോക്കണു. കിട്ടണ്ടേ? ഒരു നാളികേര് കൂടി ഉണ്ടായിരുന്നെങ്കിൽ അട ഒന്നും കൂടി ഗംഗമാക്കായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒക്കെ വർത്തമാനം കേട്ടാലേ ഒരക്ഷരം മനസ്സിലാവില്ല. ശരിയാ, ഒരക്ഷരം മനസ്സിലാവില്ല. അനന്തമജ്ഞാതമവർണ്ണനീയം. ഈ ലോകഗോളം അങ്ങനെ തുടങ്ങുക. ആന്നക്ഷരം. ഞാൻ ചൊല്ലാം. ആഹാരജിച്ചു
ഒന്ന് നിർത്തുക. താൻ ചൊല്ലി തീരുമ്പോഴേക്കും നേരം വെളുക്കും. മൂന്നാമത്തെ വരിയിലെ ആദ്യ അക്ഷരം ആ. ഞാൻ ചൊല്ലാം. സുധർമാമുനിയോടയോധ്യയിൽ കരരായോരളവന്നൊരന്തിയിൽ അതിചിന്ത വഹിച്ചു സീത പോയി സ്ഥിതി ചെയ്ത കണ്ടുപോകാൻ കണ്ടൊരു നേരം. എന്താ ചെയ്യ ഈശ്വര.